യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസം മുൻപാണ് വിവാഹ നിശ്ചയം ഉറപ്പിച്ച് അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ ജോയിന്റെ വിയോഗം ഏറെ അപ്രതീക്ഷിതമായിരുന്നു. 1 മാസം മുൻപാണ് അഖിൽ ജോയൻ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം വിവാഹം ഉറപ്പിച്ചാണ് വീണ്ടും ജോലിക്ക് മടങ്ങിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അഖിൽ ജോയൻ. എന്തായാലും അഖിൽ ജോയൻ ഇന്നലെ ഉച്ചക്കാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഇമെയിൽ സന്ദേശം വരികയായിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി അഖിൽ ജോയിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നൊരു വിവരം കൂടി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചരക്ക് കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അഖിൽ ജോയൻ ഉൾപ്പെടെ 10 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 4 പേർ ഇന്ത്യക്കാരാണ്. എന്തായാലും 19-ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് കയറിയ അഖിൽ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. വളരെ സാധാരണപ്പെട്ടൊരു കുടുംബമാണ് ഇവരുടേത്. അഖിൽ ജോയിന്റെ അച്ഛൻ ജോയിൻ ചിറ്റാരിക്കാലിലെ ഒരു ഹാർഡ്വെയർ കടയിലെ സെയിൽസ്മാനാണ്. അമ്മ ഒരു ബാങ്കിലെ പിഗ്മി കളക്ടറാണ്. അങ്ങനെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും മുംബൈ ആസ്ഥാനമായുള്ള കപ്പലിലാണ് ഈ അഖിൽ ജോയിൻ ജോലി ചെയ്തിരുന്നത്. ഇത്രയും വലിയ കാലയളവിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന അഖിൽ നാട്ടിലെത്തുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ അഖിൽ ജോയിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വിവരം അറിഞ്ഞ് അഖിൽ ജോയിന്റെ മാതാവും പിതാവും ദേഹാസ്വസ്ഥതയെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഏതായാലും ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള നടപടി വേണമെന്നൊരാവശ്യമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.